ഹലോ ഗൈസ്, അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ലോൺ വൂൾഫാണ് കളിക്കാൻ വന്നേക്കുന്നത്. അങ്ങനെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ലൈക്കൊക്കെ ചെയ്യണം. അപ്പം ഗൈസ്, സബ്സ്ക്രൈബും കൂടെ അടിച്ചേക്ക്. മറക്കാതെ എല്ലാവരും ലൈക്ക് അടിക്കാൻ നോക്കണം മാക്സിമം. ഗൈസ്, എഴുത്തിനെ നമ്മളങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. എഴുത്തിനും കൂടെ ഉള്ളൂ. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ഗൈസ്, ഒരു റൗണ്ട് നമ്മളങ്ങനെ വിക്ടറി അടിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ റൗണ്ടാണ്. അപ്പം ഗൈസ്, നമ്മൾ തന്നെ ഓടിച്ചാടി നടക്കുകയാണ്. അപ്പം ഗൈസ്, നമ്മൾ തന്നെ വീണ്ടും മുകളിലോട്ടൊന്ന് കയറി. അപ്പോഴത്തേക്കും വേണ്ട ഒഴുത്തന്നെ എൻ്റെ മുമ്പിലോട്ട് വന്ന് അവനെ ഒറ്റ എറിഞ്ഞ് അവനെ അങ്ങ് തീർത്ത്. അപ്പോഴത്തേക്ക് ആക്കളി വിക്ടറി അടിച്ച്. അപ്പം ഗൈസ്, ഇനി ഇതിൻ്റെ മൂന്നാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ട് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് എടുക്കുവാണെങ്കിൽ നമ്മളൊരു പരാഫിലും ഒരു വുഡ്പക്കറും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചാടിപ്പോയിട്ട് എനിമീസിനെ രണ്ടിനെയും നമ്മൾ അടിച്ചിടുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ എനിക്ക് കിട്ടിയപ്പോൾ അവനെ അങ്ങ് വണ്ടാ പഠിച്ചിട്ട് രണ്ടാമനോടത്താനുണ്ടെങ്കിൽ ഇപ്പം അവനെ അങ്ങ് പരാഫിലിന് കുത്തി അങ്ങോട്ട്. അത് 6 റൗണ്ട് നമ്മളങ്ങനെ വിക്ടറി അടിച്ചിട്ടുണ്ട്. ഇപ്പം 3-0. ഞങ്ങൾക്ക് 3, അപ്പുറത്തെ ടീമിന് 0 ഇപ്പം നിൽക്കുന്നത്. വീണ്ടും നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനോട്ട് അങ്ങോട്ട് കുത്തിപ്പിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് അപ്പുറം അടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അപ്പുറേ കൂടെ ചാടിപ്പോയി അടിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പുറേ കൂടെ ചെന്നപ്പോഴേക്ക് എൻ്റെ ടീമേറ്റ് രണ്ടിനും അടിച്ചിട്ട്. പിന്നെ ഒരു റൗണ്ടും കൂടെ പിടിച്ചാൽ മതി. അപ്പോഴത്തേക്കും തീരാവും. അപ്പോഴത്തേക്കും നമ്മൾ ബൊയ് അടിക്കും. ഈ റൗണ്ടും കൂടെ പിടിച്ചാൽ മതി നമുക്ക് ബൊയ് അടിക്കാൻ. അപ്പം ഗൈസ്, മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഗൈസ്, ഈ റൗണ്ടിന് ഏതോ ഒരു തോക്കും പിന്നെ ഒരു മിനി മ്യൂസിയം കൂടാണ് ഉള്ളത്. വീണ്ടും മുകളിലോട്ട് കയറിയിട്ടുണ്ട്. മുകളിലോട്ട് ചെന്നാൽ ഇവിടെ നിന്ന് അടിക്കാൻ വേണ്ടിയായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് അടിക്കാൻ നോക്കിയപ്പോൾ അപ്പുറം കൂടെ അവൻ വന്ന്. അപ്പോൾ ഇവിടെ നിന്ന് അവനെ അടിക്കാൻ വേണ്ടി നോക്കി. അപ്പോഴത്തേക്ക് എൻ്റെ ടീമേറ്റിന് അവനെ അടിച്ചിട്ട് അവന് 123 ഡാമേജ് കൊടുത്തിട്ട് സൈഡിലോട്ട് മാറി. അപ്പോൾ അവനൊന്നും കൂടെ വന്ന് എന്നിട്ട് ഒന്നും കൂടെ കൊടുത്ത്. ഇപ്പം അവനെ കാണുന്നില്ല. അവനോട് ഇന്ന് മെഡടിക്കുകയാണ്. അപ്പം അവന് ഇപ്പുറം കൂടെ വന്ന് നമുക്ക് തീരെ ഡാമേജ് ഇല്ലാണ്ടാക്കിപ്പോൾ. പിന്നെ അപ്പം തന്നെ നമ്മളങ്ങ് മെഡടിച്ചപ്പോഴേക്കും അവൻ അടിയിലോട്ട് വന്ന്. മെഡടിക്കാൻ സമയം തന്നില്ല. ഇവിടുന്ന് വരുന്നെന്ന് വരുത്തി അടിക്കാൻ നിന്നപ്പോൾ അവൻ അപ്പുറം കൂടെ വന്ന് ഞാൻ ഫ്ലാഷ് ഫ്രീസ് വലിച്ചെറിഞ്ഞ് അവന് മിനി മ്യൂസിക്കും കൊണ്ട് നല്ല ഡാമേജ് കൊടുത്ത്. സ്മോക്ക് ഇതിനോട് ഒരെണ്ണം എടുത്തെറിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ ആ ഫ്ലാഷ് ഫ്രീസ് വേണ്ടി ചത്തുപോയി. ഇപ്പം 1-4 നിൽക്കുന്നത്. നമുക്ക് ഒറ്റത് കളിയും കൂടെ മതിയെന്ന് പിടിക്കാൻ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയെല്ലാം പിടിക്കാൻ നോക്കാം. വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഈ റൗണ്ട് ഞങ്ങൾ അവനായിട്ട് അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അങ്ങോട്ട് തല കാണിക്കുന്നില്ല. അപ്പോൾ അവന് മിനി മ്യൂസിക്ക് നല്ല ഡാമേജ് കൊടുത്തു. ഫ്ലാഷ് ഫ്രീസ് ഇട്ടപ്പോൾ ഞാൻ ചത്തുപോയി. ഇനി എൻ്റെ ടീമേറ്റും കൂടെ ഉള്ളൂ. എൻ്റെ ടീമേറ്റ് ഏതാണ്ട് ഇവിടെ നിന്ന് അടിക്കാൻ വേണ്ടി നോക്കുവാണ്. പക്ഷെ അടിയിൽ നിന്ന് അവൻ നിൽപ്പുണ്ട്. ഏത് അടിയിലാണ് അവൻ നിൽക്കുന്നത്. വേണ്ട നേരെ അടി നിൽപ്പുണ്ട്. അപ്പോൾ അവനത് സ്മോക്കിനോട് വലിച്ചെറിഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ കുറച്ച് ഡാമേജ് കൊടുത്ത് എനിമി. അപ്പോൾ അവൻ മൂലക്കൂറ് കയറി വന്ന് ഞെക്കി പിടിച്ച് എൻ്റെ ടീമേറ്റിന് 4 റൗണ്ട് അവരും പിടിച്ചിട്ടുണ്ട്. ഹീറോ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ നോക്കാം. 4-2 നിൽക്കുന്നത്. മിനിയൂസിയും തോംസണും ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ടീമേറ്റാണ് എടുത്തേക്കുന്നത്. നമുക്കിത് രണ്ടും വലിയ കളി പിടിക്കാൻ നോക്കാം. അതുകൊണ്ട് ടഡൂസായിട്ട് ഓടിപ്പോയി ഇവിടുന്ന് അടിക്കാൻ വേണ്ടിയാണ്. ഒരുത്തനോട് നെറ്റില്ല നിൽപ്പുണ്ട്. പിന്നെ പിന്നെ അടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ മുകളിൽ ഇരിക്കുന്നവൻ അടിക്കുക. അപ്പോഴത്തേക്കും എൻ്റെ ടീമേറ്റിനെ അവൻ അടിച്ചിട്ട് എനിക്ക് നല്ല ഡാമേജ് തന്നിട്ടുണ്ട്. അവിടെ കുറേ നേരം ഞെക്കി പിടിച്ചിട്ടൊന്നും അവനെ കണ്ടില്ല.
അതൊക്കെ ഞാൻ മെഡടിച്ച് അപ്പോൾ അവൻ നേരെ അടിയിൽ ഫ്ലാഷ് ഫ്രീസ് എറിഞ്ഞു. അപ്പം ഞാൻ അതിൽപ്പെടാതെ ഓടി വന്നു. 2 പ്രാവശ്യം ഫ്ലാഷ് ഫ്രീസ് വേണ്ടി നമ്മൾ ചത്തുപോയതാണ്. ഇപ്പറ കൂടെ വന്ന് ഇപ്പറേന്ന് അവനെ കുത്തിപ്പിടിച്ച് തീർക്കാൻ നോക്കിയപ്പോൾ അവൻ നമ്മളെ അടിച്ചിട്ട്. അപ്പം 3-4 നിൽക്കുന്നത്. നമുക്ക് ഒറ്റ റൗണ്ടും കൂടെ പിടിച്ചാൽ മതി നമ്മൾ പോയി അടിക്കാൻ വേണ്ടി. അങ്ങനെ ഈ റൗണ്ടെങ്കിലും നമുക്ക് പിടിക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ടീംമേറ്റിൻ്റെ കൂടെ പോകാം. P90 എടുത്തിട്ട് നമ്മുടെ ടീംമേറ്റിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ അവനെ കുറച്ചങ്ങ് ഞെക്കി പിടിച്ചപ്പോൾ എൻ്റെ ടീംമേറ്റിനെ അവൻ അടിച്ചിട്ട് അപ്പോഴത്തേക്കും ചാടി വേണം അവനെ അങ്ങ് ഞെക്കി പിടിച്ച് ബാക്കിയുള്ള പോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.